അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ്, അല്ലൂൺ ട്രാവൽസ്. ഈ കാണുന്നത് എന്തെന്നറിയോ? നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളതും അല്ലാത്തതുമായ എൻ്റെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ ഇടപെടലുകൾ വഴി അവരെനിക്ക് തരാമെന്ന് പറഞ്ഞൊരു തുകയാണ്. അവരെനിക്ക് തരാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എടുത്തു വെച്ച സ്ക്രീൻഷോട്ടാണ്, സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു സംഖ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് തത്തുല്യമായിട്ടുള്ള ഇന്ത്യൻ റുപ്പി എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. വലിയൊരു സംഖ്യ ഞാൻ സമ്പാദിച്ചില്ല കേട്ടോ, ഈ കാണുന്നതേ സമ്പാദിച്ചിട്ടുള്ളൂ. അതൊരു സമ്പാദ്യമായിട്ട് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണയും പലരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങൾ എനിക്ക് നൽകുന്ന എൻ്റെ കച്ചവടത്തിൽ നൽകുന്ന പിന്തുണയുമാണ്. ഇത് പല ആളുകളും ഒരു $2 $4 കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കൂടെ ഒന്ന് പങ്കുവെക്കാൻ ചില ആളുകളൊക്കെ കരുതുന്നത് ഞാൻ ഇതുവഴി ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. ഞാനൊട്ടും കെയർ ചെയ്തിട്ടില്ല. ആ ഒരു വഴിയിൽ പണം സമ്പാദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ കുറേ റൂൾസ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എൻ്റെ എല്ലാ പേജുകളിലും വയലേറ്റഡ് ആയിരുന്നു. വയലേഷൻ ഇല്ലാത്ത, ഞാൻ മോണിറ്റൈസ് ചെയ്യാത്ത ഒരു പേജ് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഇതുപോലെ വീണ്ടും അതിലും മോണിറ്റൈസേഷൻ കൊടുത്ത് അതുവഴി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ ആ 13-14 മെയ് മുതൽ 31 മെയ് വരെ എനിക്ക് കിട്ടിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ ഒരു എമൗണ്ടാണത്. പക്ഷെ അതിൻ്റെ ഈ ഒരു റീച്ച് എനിക്ക് കിട്ടാനും ഈ പറഞ്ഞ വ്യൂസൊക്കെ വരാനും ഈ ഒരു തുക കിട്ടാനും പല ആളുകളുടെയും വെറുപ്പ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ആരും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, എനിക്ക് നൽകാനുള്ള, നിങ്ങളുമായി പങ്കുവെക്കാനുള്ള വിവരങ്ങൾ, അതുപോലെ എൻ്റെ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനൊരു സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളൂ, ഈ ഒരു ഫേസ്ബുക്കിന്. സ്വാഭാവികമായിട്ടും ഞാനത് പ്രകടിപ്പിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ പല രീതിയിലും പ്രതികരിക്കുകയും അത് അങ്ങോട്ടും പൊട്ടപ്പൊട്ടിയാവുകയും ചില ആളുകളൊക്കെ ബ്ലോക്ക് ആക്കുകയും അങ്ങനെ ചിലരുടെയൊക്കെ വെറുപ്പ് കൂടെ സമ്പാദിച്ചത് കൊണ്ടായതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ശുദ്ധമായതായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അള്ളാഹു തൽക്കാലം ആയുസ്സും ആരോഗ്യമൊക്കെ നൽകുന്നിടത്തോളം കാലം അധ്വാനിച്ച് തന്നെ കാശുണ്ടാക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു തുക, എനിക്ക് കിട്ടിയിട്ടുള്ള തുക പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ നേടിയതാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനത് ചിലവാക്കുന്നതാണ്. അത് നിങ്ങളുമായിട്ട് എന്താണോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത് നിങ്ങളുമായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂട്ടത്തിൽ ഇതിൻ്റെ കുറേ മുന്നാമ്പുറങ്ങളും പിന്നാമ്പുറങ്ങളും ഉണ്ട്. എത്രത്തോളം ഇതിനെ നമുക്ക് പറ്റില്ല എന്നതിനെ കുറിച്ചൊക്കെ പല ആളുകളും ഡിസ്കസ് ചെയ്തപ്പോൾ അവർ എനിക്ക് നൽകിയ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖാണെങ്കിൽ പിന്നീട് ഞാൻ നിങ്ങളുമായിട്ടത് പങ്കുവെക്കാം. ഏതായാലും സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറേ കാശ് കിട്ടി അത് കുട്ടടിച്ച് അങ്ങ് മരിച്ചു പോയ പോരല്ലോ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതും ഹലാലായിരിക്കണം, നമ്മൾ ചിലവഴിക്കുന്നതും ഹലാലായ രീതിയിലായിരിക്കണം. സോ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ചില അഭിപ്രായങ്ങളും മറ്റൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പിന്നീട് പങ്കുവെക്കാം. അസ്സലാമു അലൈക്കും.